ഡോക്ടർ മോഹൻ വർഗീസ്, നമ്മൾ ഈ പറഞ്ഞ വിഷയം അതിനങ്ങ് മറുപടി പറയണം. കാരണം ജമാഅത്തെ ഇസ്ലാമി, SDP തുടങ്ങിയ സംഘടനകളെ ചേർത്ത് പിടിക്കുന്ന ഇടതിൻ്റെയും വലതിൻ്റെയും രാഷ്ട്രീയം. മറ്റൊന്ന്, BJP നേട്ടമുണ്ടാക്കാൻ സാധ്യതയുള്ള ഇടങ്ങൾ, മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഇടങ്ങൾ, അവിടെയൊക്കെ ഒരു ഇന്ത്യ സഖ്യം രൂപപ്പെട്ടതായി അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ? ശ്രീകൃഷ്ണരാജ് അങ്ങ് സൂചിപ്പിച്ച രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമി, SDPI, വെൽഫെയർ പാർട്ടി മുതലായ സംഘടനകൾ, പാർട്ടികൾ, അവയുമായുള്ള ബാന്ധവം എത്രത്തോളം ആരോഗ്യപരമാണ്, എത്രത്തോളം പ്രൊഡക്റ്റീവാണ്, വോട്ട് ക്യാച്ചിങ്ങിന് വേണ്ടി എന്തെല്ലാം നീക്കുപോക്കുകൾ നടത്താം, അതിൻ്റെ പേരിലെ ധാർമ്മികത എന്താണ്, പൊതുവെയുള്ള ക്ലെയിം ആൻഡ് ആക്ച്വൽ. എൻ്റെ ഒരു ടേക്ക് ഇതാണ്, ഇവിടെ നല്ല വോട്ടൊന്നും മോശപ്പെട്ട വോട്ടൊന്നുമില്ല. നേരത്തെ സേനാപതി വേണു പറഞ്ഞതുപോലെ ആധുനിക ജനാധിപത്യ ക്രമത്തിൽ വിജയം ഏതു മാർഗത്തിലും എന്നൊന്നില്ല. പക്ഷേ നല്ല ബ്രാൻഡ് എന്നൊന്നുണ്ടല്ലോ, ജനങ്ങൾക്ക് സ്വീകാര്യമായത്, മതേതരത്വം എന്ന് ഇവർ അവകാശപ്പെടുന്നത്, ജനങ്ങളെ ഒരു തരത്തിലും പ്രശ്നമുണ്ടെന്ന് തോന്നിപ്പിക്കാത്തതുമായ ഒരു ബ്രാൻഡ് എന്നൊന്നുണ്ടല്ലോ, അതിൽ നിന്നുണ്ടാകുന്ന വോട്ടുകളാണ് ഈ പറഞ്ഞു വരുന്നത്. തീർച്ചയായും ബ്രാൻഡ് ബിൽഡിങ്ങിൽ പറയുന്നതൊന്നും മതേതരത്വം പൊതുവെ പറയുകയും അതേസമയം മതേതരത്വത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന വർഗീയ സംഘടനകളുടെ ഒരു സാന്നിധ്യം സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് തിരിച്ചറിയാനുള്ള ഒരു വിവേകം കേരളത്തിലെ വോട്ടർമാർക്കുണ്ട്. അതവർ പ്രകടിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് എങ്ങനെ പൊസിഷൻ ചെയ്യുന്നു എന്നതല്ല, യഥാർത്ഥത്തിൽ എന്താകുന്നു എന്നാണ് യഥാർത്ഥത്തിൽ വോട്ടർമാർ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ അങ്ങ് സൂചിപ്പിച്ചു. അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് കൂടി പറയാതെ ഒരുപക്ഷെ ഈ ഒരു വോട്ടെടുപ്പ്, കാരണം ഒരിക്കൽ പോലും അവസരം ലഭിച്ചിട്ടില്ല. പന്തളം നഗരസഭയിലും പാലക്കാട് നഗരസഭയിലും മാത്രം അവസരം ലഭിക്കുകയും കേവലം 15 പഞ്ചായത്തുകളിൽ മാത്രം അവസരം ലഭിക്കുകയും ചെയ്ത ഭാരതീയ ജനതാ പാർട്ടി വലിയ പ്രതീക്ഷയിലാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അവിടെ എന്താണ് ഒരു പുതുമ എന്ന ഒരു ചോദ്യം സ്വാഭാവികമായി ഇത് ആരോഗ്യ സേനാപതി വേണു ഉയർത്തിയ ഒരു ചോദ്യമാണ്. അവിടെ എന്താണ് ഒരു പുതുമ? അവിടെ വ്യത്യസ്തമായ ഒരു പാറ്റേൺ, യഥാർത്ഥത്തിൽ വ്യത്യസ്തമായ പാറ്റേൺ തിരുവനന്തപുരം നഗരസഭയിലാണ്. ഒരു വലിയ പ്രതീക്ഷ, മുഖ്യ പ്രതിപക്ഷം എന്ന നിലയിൽ ജനകീയ വിഷയങ്ങൾ കാര്യമായി ഇടപെടലുകൾ നടത്തിയ ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയോടെ കാണുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ ചിട്ടയായ പ്രവർത്തനം നടക്കുന്നു. ഇവിടെ എനിക്ക് തോന്നുന്നു 3 തിരുവനന്തപുരമാണ് ഒരുപക്ഷെ സ്റ്റാർ കോൺസ്റ്റിറ്റ്യുവൻസി അല്ലെങ്കിൽ സ്റ്റാർ അട്രാക്ഷൻ തിരുവനന്തപുരം തന്നെയാണ്. കാരണം ഒന്ന്, കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം, 2, ഏറ്റവും വലിയ ഒരു എന്താ പറയുക ദേശീയ ശ്രദ്ധ തന്നെ തിരുവനന്തപുരത്തേക്ക് തിരികുകയാണ്. BJPക്ക് എന്തെങ്കിലും സാധ്യത ദക്ഷിണ ഇന്ത്യയിൽ, അതായത് ദക്ഷിണ കേരളത്തിൽ ഉണ്ടെങ്കിൽ തിരുവനന്തപുരമാണെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. ഇവിടെയും നോക്കൂ, ഈ ഒരു ഹങ് സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന സൂചനകൾ പലയിടത്തുനിന്നും വരുന്നു. അതേസമയം BJP ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു, തങ്ങൾക്ക് നേടാൻ പറ്റും. പക്ഷേ അവിടെയും BJP പ്രതിരോധത്തിലാക്കുന്ന ഏതാനും ഘടകങ്ങളുണ്ട്. ഒരു ആത്മഹത്യ, ഒരു മരണം, ഇതെല്ലാം തന്നെ അത് വലിയ പ്രതിരോധത്തിലാക്കുന്നു. അതൊരു വശം. മറുവശത്തെ ഈ സ്പീക്കറുമായി ബന്ധപ്പെട്ട വിവാദം, സ്പീക്കറല്ല നഗരസഭാ അധ്യക്ഷയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളെല്ലാം തന്നെ അതെങ്ങനെയാണ് പ്രതിപക്ഷം, അത് ഇവിടെ ഇൻകംബൻസി രണ്ടായി ചിതറുകയാണ്. ആന്റി ഇൻകംബൻസി വോട്ടുകൾ UDFനും BJPക്കുമായി ചിതറുമ്പോൾ എങ്ങനെയാണ് അത് BJPയിലേക്ക് സ്വാംശീകരിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രമില്ല. അതുകൊണ്ട് ചില ഇടങ്ങളിൽ, എൻ്റെ ടേക്ക് ഇതാണ്, ചില ദക്ഷിണ കേരളത്തിലെ ചില ഇടങ്ങളിലെങ്കിലും ആന്റി ഇൻകംബൻസി ഒരു വികാരം ഉണ്ടാകുന്നത് ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്ത് പോകാൻ UDFയിലേക്കും BJPയിലേക്കും സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് ഒരു പരിധിവരെ ഇടതുപക്ഷം അംഗീകരിക്കും. അത് മാത്രമല്ല, ക്ഷേമ പദ്ധതികളെ കുറിച്ച് ഇവിടെ പറഞ്ഞു, അതൊരു ഇൻകംബൻസി അഡ്വാൻറ്റേജ് ആണ്. നോക്കൂ, മഹാരാഷ്ട്രയിലാകട്ടെ, ബീഹാറിലാകട്ടെ, ഇപ്പം തെരഞ്ഞെടുപ്പ് നടന്ന ബീഹാറിലാകട്ടെ, നേരത്തെ മധ്യപ്രദേശിലാകട്ടെ, ഇവിടെയൊക്കെ വൻ വിജയം കൊയ്യാൻ BJPയെ സഹായിച്ച ഒരു ഫാക്ടർ ഇൻകംബൻസി അഡ്വാൻറ്റേജ് ആണ്. നേരിട്ട് അക്കൗണ്ടിൽ പണം എത്തുക. ലാഡ് കി ബഹിൻ പദ്ധതി അനുസരിച്ച് മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമൊക്കെ പണം നേരിട്ടെത്തുകയാണ്. അതുപോലെ ബീഹാറിൽ നേരിട്ട് അക്കൗണ്ടിൽ പണം എത്തുന്ന ഒരു ആധുനിക രീതി ഇത് ഇടതുപക്ഷം കാര്യമായി പയറ്റി. പണ്ടൊക്കെ പ്രോജക്റ്റുകളാണ് ഉണ്ടായിരുന്നത്, പദ്ധതികൾ ആവിഷ്കരിക്കുക, അതിന് ഇൻഡയറക്റ്റായി ഗുണഭോക്താക്കൾ ഉണ്ടാവുക, അങ്ങനെ ഫിൽട്ടർ ചെയ്ത് വരുന്ന വോട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല, ഒരു ഇൻകംബന്റിനെ പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. അവിടെയാണ്
അവിടെയാണ് BJP-ക്ക് വലിയ ബുദ്ധിമുട്ടുള്ള. ഇതുവരെ ഇൻകംബൻസി അഡ്വാൻറ്റേജ് ആ രീതിയിൽ കിട്ടിയിട്ടില്ല. 2 നഗരസഭകൾ കിട്ടി എന്നല്ലാതെ. അതുകൊണ്ട് ആ സംഗതി ഈ ഒരു സിസ്റ്റത്തിന് പുറത്തു നിന്ന് ഈ ചാവേറുകളെ പോലെ വെട്ടി നിലപാട് തറയിൽ നിൽക്കുന്ന സാമൂതിരിയെ അല്ലെങ്കിൽ പിന്നെ വള്ളക്കോനാതിരിയെ വധിക്കാൻ തക്ക ഒരു ബലം കൈവരിച്ചിട്ടുണ്ടോ? അവിടെയാണ് ത്രഷ് ഹോൾഡ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച BJP-ക്ക് 20% എന്ന ഒരു ത്രഷ് ഹോൾഡ് അത് ഭേദിച്ചു കഴിഞ്ഞാൽ ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ അത് വ്യക്തമായി പറയുകയും ചെയ്തു. എവിടെയെല്ലാം അത് ഒറീസയിലായിക്കൊള്ളട്ടെ, മഹാരാഷ്ട്രയിലായിക്കൊള്ളട്ടെ, എവിടെയെല്ലാം 20% എന്ന ഒരു ബാരിയർ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വിക്ടറിയായി കൺവേർട്ട് ചെയ്യും. യഥാർത്ഥത്തിൽ വിക്ടറിയിൽ ഒരു സ്ട്രിക്റ്റ് 3 കോർണേഡ് കോൺടെസ്റ്റിൽ 33% അല്ലെ 33-നും 40-നും ഇടയ്ക്ക് ശതമാനം വോട്ടുകൾ വേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ ഒരു മൾട്ടി കോർണേഡ് കോൺടെസ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത്. 3 മാത്രമല്ല, ചില ഇടങ്ങളിൽ 4-മതെയും 5-മതെയും ശക്തമായ സ്ഥാനാർത്ഥികളുണ്ട്. അങ്ങനെയെങ്കിൽ കേവലം 25% കൊണ്ട് മാത്രം ജയിക്കാവുന്ന ചില പഞ്ചായത്ത് മണ്ഡലങ്ങളും കോർപ്പറേഷൻ വാർഡുകളും ഉണ്ട് എന്നുകൂടി മനസ്സിലാക്കുക.